ഹലോ ഗൈസ്, അങ്ങനെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോണുമായിട്ട് വരുവാണ് മോട്ടറോള. കഴിഞ്ഞ വർഷം വന്ന് നമ്മളെ നല്ല രീതിയിൽ ഞെട്ടിച്ച്. കാരണം ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? വയർലെസ് ചാർജ്, ഒരു 2K ഡിസ്പ്ലേ, പിന്നെ IP69 റേറ്റിംഗ്, അങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങൾ, റിവേഴ്സ് വയർലെസ് ചാർജ്, സാംസങ്ങിന്റെ പോലത്തെ ഡെക്സ് ഫീച്ചർ, ഇതെല്ലാം കൂടെ ഒരു പാക്കേജ് ആയിട്ടാണ് മോട്ടറോള എല്ലാ സെഗ്മെന്റും ഒരു നല്ല രീതിയിലാണ് ഒരു വാല്യൂ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് എന്നാണ് മോട്ടറോള ഞാൻ പറയുന്നത്. കാരണം അവർ ഓരോ സെഗ്മെന്റിലും അവർ കൊടുക്കുന്ന ഫോണിനൊരു വാല്യൂ ഉണ്ട്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം ഇനി ഇപ്പോൾ വരാൻ പോകുന്നത് ഇപ്പോൾ 50 Pro ആയാലും അടിപൊളി ഡിവൈസ് ആയിരുന്നു. കാരണം വയർലെസ് ചാർജ് തൊട്ട് IP68 തൊട്ട് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. കാരണം ഒരു 125 വാൾട്ട്. അതുപോലെ അടുത്ത ജനറേഷൻ വരുവാണ് മോട്ടോയുടെ എഡ്ജ് 60 Pro എന്ന് പറഞ്ഞ ഫോൺ. നമുക്ക് അതിൻ്റെ സ്പെക്സും കാര്യങ്ങളും ഒക്കെ നോക്കാം. ആദ്യം തന്നെ നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടും. എന്നാലേ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസൈൻ നോക്കാം. ഡിസൈൻ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറോയുടെ ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സിൽ കൊടുക്കുന്ന അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെ വരുന്നത്. കാരണം അതിനൊരു മാറ്റവും വരുന്നില്ല. വീഗൻ ലെതർ ആണ് വരുന്നത്. ഫ്രെയിം വരുന്നത് നമുക്ക് മെറ്റൽ ഫ്രെയിം ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിന്റെ വിറ്റസ് 2 ആണ് വരുന്നത്. അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. വിത്ത് എഡ്ജ് ഡിസ്പ്ലേ ആണ്. 6.7 ഇഞ്ചിന്റെ 2K ഡിസ്പ്ലേ തന്നെ. കഴിഞ്ഞ വർഷം കൊടുത്ത അതേ ഡിസ്പ്ലേ തന്നെയാണ്. പാൻഡോൺ വാൾഡേറ്റ, വേൾഡിൽ പാൻഡോൺ ആയിട്ട് വാൾഡേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 100% കളർ ആക്യുറസി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. നമുക്ക് എഡിറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 2.5K റെസൊല്യൂഷൻ വിത്ത് 144 ഹെർട്സിന്റെ. ഈ വർഷം LTP പാനൽ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും 144 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല കളർ ഗ്രേഡിംഗ് ഒക്കെ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ബസൽസ് ഒക്കെ ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ചിട്ടുണ്ട് ബസൽസ്. എന്തുകൊണ്ടും നല്ലൊരു എഡ്ജ് ഡിസ്പ്ലേ ആണ് വരുന്നത്. കാരണം ഈ സെഗ്മെന്റിൽ എഡ്ജ് ഡിസ്പ്ലേ കൊടുക്കുന്ന ഒരു ഫോണുകളാണ്. ഇപ്പോഴും എഡ്ജ് സെഗ്മെന്റ് മാറി വരുവാണ്. എന്നാലും മോട്ടോറോള എഡ്ജിൽ നല്ലൊരു ഡിസ്പ്ലേ ആണ് അവർ കൊടുക്കുന്നത്. കാരണം എക്സലന്റ് ഡിസ്പ്ലേ എന്ന് എനിക്ക് പറയാം. കാരണം ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേയുടെ കൂടെ കടിപിടിച്ച് നിൽക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് മോട്ടറോള. അത് ഇത്രയും കളർ ആക്യുറസിയിൽ. പിന്നെ 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. 10 മില്യൺ കളേഴ്സോളം അതിനകത്തിലുണ്ട്. അപ്പൊ അതൊരു അഡ്വാൻറ്റേജും കൂടാണ് ഈ ഒരു ഡിസ്പ്ലേ. നമുക്ക് 10 ബിറ്റ് വരുന്നത് ഇപ്പൊ 1+ന്റെ 13 ഉള്ളൂ. അതിന്റെ കൂടെ പിടിച്ച് നിൽക്കുന്ന ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ് വന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഓക്കെ. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് ഡോൾബി അറ്റ്മോസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഡോൾബി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സ്പീക്കറും കൂടാണ്. എന്തായാലും മോട്ടറോള ചെയ്യുന്ന ഒരു കാര്യം, എല്ലാ സെഗ്മെന്റിലും മോട്ടറോള ഡോൾബി അറ്റ്മോസിന്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കുന്നുണ്ട്. കാരണം പല കമ്പനികളും ഇപ്പൊ തന്നെ സാംസങ്ങും പല ഐക്യവും മോണോ സ്പീക്കർ ആയിട്ട് മാറിയേക്കുവാണ്. അപ്പോഴും ഇവർ ഡോൾബിയിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നല്ല കൊടുത്തേക്ക്. എന്തിനാണ് 2025 മോണോ കൊടുക്കുന്നത്? നമുക്ക് ബാറ്ററി നോക്കാം. ബാറ്ററി വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 4400 mAh ബാറ്ററി ആയിരുന്നു കൊടുത്തത്. ഈ വർഷം നേരെ ജമ്പ് ചെയ്തിട്ട് അവർ ഒരു 6000 mAh ബാറ്ററിയാണ് കൊടുക്കുന്നത്. വിത്ത് ഒരു 125 വാൾട്ടിന്റെ ചാർജറാണ് അവർ കൊടുക്കുന്നത്. കാരണം അത് നല്ലൊരു കാര്യമാണ്. 125 വാൾട്ടും 6000 mAh വരുമ്പോൾ അത്യാവശ്യം ബാറ്ററി ഈസ് എ പെർഫെക്റ്റ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഈ ഒരു സെഗ്മെന്റിൽ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാൻ വരുമ്പോൾ ഞാൻ സൂപ്പർ എന്ന് പറയും. നമുക്ക് പ്രോസസ്സർ നോക്കാം. പ്രോസസ്സർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയമണ്ട് സിറ്റിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 8300 ആണ് വരുന്നത്. ഡയമണ്ട് സിറ്റിയുടെ നല്ല ഫ്ലാഗ്ഷിപ്പിന് താഴെ വരുന്ന ഒരു പ്രോസസ്സറാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ്, ആന്റിറ്റ്യൂഡ് സ്കോർ ഒക്കെ ഉള്ള റിയൽമിയുടെ P3 എന്ന് പറഞ്ഞൊരു ഫോണിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നല്ലൊരു കാഴ്ച വെച്ച ഒരു പ്രോസസ്സറാണ് 8300 എന്ന് പറഞ്ഞ ഡയമണ്ട് സിറ്റിയുടെ പ്രോസസ്സർ. ഈ ഒരു സെഗ്മെന്റിൽ പറ്റിയൊരു പ്രോസസ്സറാണ്. അപ്പോൾ അതിന്റെ DDR5X റാം ആണ് വരുന്നത്. USB 3.2 ആണ്. UFS സ്റ്റോറേജ് 4.0 ആണ് വരുന്നത്. എല്ലാം കൊണ്ടും ഫ്ലാഗ്ഷിപ്പ് ലെവലാണ് എക്സ്പീരിയൻസ് വരുന്നത്. ഈ സെഗ്മെന്റ് ബെസ്റ്റ് പ്രോസസ്സർ എന്ന് ഞാൻ പറയും. കാരണം നമുക്ക് ക്യാമറയിൽ എടുക്കാം. ക്യാമറ വരുമ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ഒരു 50 മെഗാ ഒരു മെയിൻ സെൻസർ, പിന്നെ ഒരു 50 മെഗാ ഒരു സെൻസറും ഉണ്ട്, ടെലിഫോട്ടോ ലെൻസ്, പിന്നെ ഒരു അൾട്രാ വൈഡ് ആംഗിളിന് ഒരു 13 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ. പിന്നെ എല്ലാം കൂടെ ഒരു ഫുള്ളി പാക്ഡ് ക്യാമറയാണ് വന്നേക്കുന്നത്. ക്യാമറയിൽ ഫ്രണ്ട് വരുമ്പോൾ ഒരു 32 മെഗാ ക്യാമറ. അത്യാവശ്യം നല്ല സ്പെക്സ് ആണ് ക്യാമറയിൽ വന്നേക്കുന്നത്. പാൻഡോൺ വാൾഡേറ്റഡ് ക്യാമറയാണ് വരുന്നത്. 3 പാൻഡോൺ വാൾഡേറ്റർ ആയിരിക്കും ഈ വർഷം വരാൻ പോകുന്നത്. അടിപൊളിയായിരിക്കും. ഫ്രണ്ടിൽ നമുക്ക് 4K 30 FPS, റിയലിൽ നമുക്ക് 4K 60 FPS കൊടുക്കാം. ഈ വർഷം 4K 60 ഫ്രണ്ടിൽ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും റിയലിൽ 4K 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ് വരുന്നത്. ഫോട്ടോഗ്രാഫി ആയാലും എല്ലാം സ്പെക്സ് വൈസ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലതാണ്. മോട്ടോയുടെ കഴിഞ്ഞ വർഷത്തെ ക്യാമറ ആയാലും മോട്ടോ ക്യാമറയിൽ ഒട്ടും പുറയിലല്ല. വിത്ത് പാൻഡോൺ വാൾഡേറ്ററിന്റെ 100% കളർ ആക്യുറസി ആയിട്ടുള്ള പാൻഡോണിന്റെ നമുക്ക് കിട്ടുന്നു. പാൻഡോൺ സർട്ടിഫൈഡ് ക്യാമറയാണ്. അങ്ങനെ ആരും സർട്ടിഫൈ ചെയ്യാറില്ല. മോട്ടോ അത് സർട്ടിഫൈഡ് സോണിയുടെ ലെൻസ് വെച്ച് സർട്ടിഫൈ ചെയ്തൊരു ക്യാമറയാണ്. ഈ 3 സെൻസർ. പിന്നെ വരുന്നൊരു കാര്യം IP69 റേറ്റിംഗ് ഉണ്ട്. മോട്ടോ പിന്നെ എല്ലാ സെഗ്മെന്റിലും ഈ ഒരു കാര്യത്തിൽ നല്ലൊരു കാര്യമാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. 50 വാൾട്ടിന്റെ വയർലെസ് ചാർജും ഒരു 15 വാൾട്ടിന്റെ ഒരു റിവേഴ്സ് വയർലെസ് ചാർജും ഉണ്ട്. ഈ IP റേറ്റിംഗ് ആയാലും ഈ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു കാര്യം. സ്പെക്സ് വൈസ് ചെയ്ത് എല്ലാം സൂപ്പർ. പിന്നെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാൻഡോൺ വാൾഡേറ്റ് ചെയ്ത കളേഴ്സ് തന്നെയാണ് ഫോണുകൾ ഇറങ്ങുന്നതും. അത്യാവശ്യം നല്ല യുണീക്ക് ആയിട്ടുള്ള കളേഴ്സിലാണ് ഫോണുകൾ ഇറങ്ങുന്നത്. അത്യാവശ്യം നമുക്ക് വരുമ്പോൾ നോക്കാം. അതിന്റെ പ്രൈസിംഗ് റേഞ്ച് വരുമ്പോൾ എനിക്കൊന്ന് 30 രൂപയ്ക്ക് സ്റ്റാർട്ടിങ് വരും.
8GB 256GB തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 വേരിയന്റ് കാണാൻ സാധ്യതയുണ്ട്. വിത്ത് 12GB 256, ഒരു 12GB 512GB, ഇങ്ങനെ 3 വേരിയന്റ് ഈ വർഷം കാണാൻ സാധ്യതയുണ്ട്. എന്തായാലും സ്റ്റാർട്ടിംഗ് പ്രൈസ് 30 രൂപയ്ക്ക് അടിപൊളി ഫോണെന്ന് ഞാൻ പറയാൻ സാധിക്കും. എന്തായാലും വരുമ്പോൾ നമുക്ക് നോക്കാം. 24-ാം തീയതിയാണ് ലോഞ്ച് ഇവന്റ് വെച്ചേക്കുന്നത്. അതിൽ മോട്ടോ 60 ഉണ്ട്, ഇതിനേക്കാളും കുറച്ച് ഡൗൺഗ്രേഡ് ചെയ്താണ് 60 വരുന്നത്. ഡയമണ്ട് സിറ്റിയുടെ 7300 ഒരു 15 പകരം അവിടെ ഒരു 8 MP വിത്ത് 13 MP അൾട്രാ വൈഡ് ആംഗിൾ ആവുന്നതേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമിലർ തന്നെ. വയർലെസ് ചാർജും അതിലും കാണാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫോണാണ്, മൊത്തത്തിൽ ഓൾ റൗണ്ടർ എന്ന് എനിക്ക് പറയാം. കാരണം ഡിസ്പ്ലേ, ക്യാമറയ്ക്ക് നല്ലൊരു ക്യാമറ, പെർഫെക്റ്റ് ക്യാമറ, ഡിസ്പ്ലേ ഫ്ലാഗ്ഷിപ്പ് ലെവലിൻ്റെ കൂടെ തന്നെ പിടിച്ചിരിക്കുന്ന ഡിസ്പ്ലേ, ബിൽഡ് ക്വാളിറ്റി അടിപൊളി, വിറ്റസ് 2ന്റെ പ്രൊട്ടക്ഷൻ എന്ന് വേണ്ട. ബാറ്ററി ലൈഫ് ആയാലും 6000 mAh ബാറ്ററി വിത്ത് 125 വാട്ടിൻ്റെ ചാർജർ ബോക്സിൽ തന്നെ കൊടുക്കുന്നു. ഒരു കേസ് ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. പാൻഡോ വാൾഡേറ്റർ ക്യാമറ, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട്, എല്ലാം കൊണ്ട് ഒരു ഓൾ റൗണ്ടർ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഈ ഒരു സെഗ്മെന്റിൽ നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് ഒന്ന് ആസ്വദിക്കണമെങ്കിൽ ഈ ഒരു മൊബൈലിൽ എല്ലാം നടക്കും. ഇതിൻ്റെ ഇനഫ് എന്ന് പറയും. ഞാൻ പറയും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തന്നെ ധാരാളം. നമ്മൾ ഇതിൽ കൂടുതൽ ചിലവ് ചെയ്താൽ കിട്ടാവുന്നതിൽ കുറച്ചുകൂടെ ബെറ്റർ ക്യാമറാസ് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നമുക്ക് ഇവിടെ ഈ ഒരു സെഗ്മെന്റിൽ ഒരു ഫോൺ എന്ന രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ മോട്ടോയുടെ OS തന്നെയാണ് വരുന്നത്. മോട്ടോയുടെ OSൽ പ്രത്യേകത ഉണ്ട്, മോട്ടോ എപ്പോഴും 5 വർഷത്തെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. 5 years അപ്ഡേറ്റ് നമുക്ക് നല്ല കാര്യമാണ്. കാരണം ഈ ഒരു സെഗ്മെന്റിൽ ആർട്സ് ഫ്രീ ആയിട്ടുള്ള ഒരു OSഉം 5 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുമാണ് വരുന്നത്. മോട്ടോയുടെ ഹലോ OS ആണ് വരുന്നത്. ഹലോ OSന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 15 ആണ് വരാൻ പോകുന്നത്. 15 തൊട്ട് ഒരു 5 വർഷത്തേക്ക് പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. 15 കിട്ടുന്ന ഉൾപ്പെടെ ഒരു 4 വർഷം ഒളിഞ്ഞ് കിട്ടത്തുള്ളൂ. 4 വർഷത്തെ അപ്ഡേറ്റ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മോട്ടോ പിന്നെ ആകെ ചെയ്യുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് മോട്ടോറോള അപ്ഡേറ്റ് കൊടുക്കുന്നില്ല. ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എയുടെ കുറേ കളികൾ ഇനി തൊട്ട് കാണാം മോട്ടോയിൽ. കാരണം നമുക്ക് സാംസങ്ങിൽ ഒന്നും കാണാത്ത കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉള്ള ഒരു AS നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാരണം റിമൈൻഡർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ എക്സ്ട്രാ ആയിട്ട് വരും. ഇവന്റ് വെച്ചേക്കെന്ന് പറഞ്ഞാൽ 24-ാം തീയതിയാണ് പറയുന്നത്, ഏപ്രിൽ 24 അന്ന് കാണാൻ സാധ്യതയുണ്ട് ഇവന്റ്. അല്ലെങ്കിൽ ഏപ്രിലിന് അവസാനം ഇങ്ങനെയാണ് പോകുന്നത്. എന്തായാലും ഏപ്രിൽ 24 തന്നെ കാണും മോട്ടോയുടെ ഇവന്റ്. മോട്ടോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അടുപ്പിച്ചടുപ്പിച്ച് ഫോണുകൾ ഇറക്കുവാണ്. ഇനി മോട്ടോയുടെ ഫ്ലിപ്പ് ഫോണുകളും വരുന്നുണ്ട്. റേസർ 60 സീരീസ് വരുന്നുണ്ട്. അതും നമുക്ക് കാത്തിരിക്കാം. എല്ലാം നമുക്ക് നോക്കാം. എന്തായാലും ഒരു പെർഫെക്റ്റ് ഫോൺ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം.